നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ കോട്ടയം ചാമമ്പതൽ എൻ്റെ വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു. ഉച്ച കഴിഞ്ഞ് ഷാജൻ സ്കറിയെ ഒന്ന് ഫോൺ വിളിച്ചു. പേരൻസിനൊപ്പം ഞാൻ ഇന്ന് തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയാണ്. അപ്പന് വയ്യ, എങ്കിലും തിരുവനന്തപുരത്ത് വന്ന് കുറച്ച് ദിവസം നിൽക്കണമെന്ന് അമ്മയ്ക്ക് വലിയ ആഗ്രഹം. അപ്പനെയും അമ്മയെയും കൂട്ടി ഞാൻ തിരുവനന്തപുരത്തിന് ഇന്ന് പോകും, ഷാജൻ സ്കറി എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന് പേരൻസിനൊപ്പം വീട്ടിൽ നിന്ന് നാളെ വെളുപ്പിന് ഞാൻ തിരുവനന്തപുരത്തെത്തുമെന്ന്. കോട്ടയം പള്ളിക്കത്തോട് എൻ്റെ ബന്ധുവിൻ്റെ ഒരു മാര്യേജ് എൻഗേജ്മെൻറ്റ്, അതൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായി വീട്ടിലെത്തി. വൈകിട്ട് ചില ഫോൺ കോളുകൾ എടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നെ ഒരു ഫോൺ കോൾ എത്തി. അത് ഷാജൻ സ്കറിയുടെ സഹോദരൻ്റേതാണ്. ഷാജനെ കുടപ്പനക്കുത്തിലെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നാണ് സഹോദരൻ എന്നോട് പറഞ്ഞത്. ഷർട്ട് പോലും ഇടാൻ അനുവദിച്ചില്ല. പോലീസ് ജീപ്പിൽ വന്ന പോലീസുകാർ അത്ര പരുഷമായി ഷാജനെ തൂക്കിയെടുത്ത് നേരെ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ തികഞ്ഞ ആശ്ചര്യം. ഇത്ര മരയുളകളാണോ കേരള പോലീസ്? നേരത്തെ ഷാജൻ സ്കറിയയ്ക്കെതിരെ പരാതികളുടെ ഒരു പെരുമ്പറക്കൂട്ടമായിരുന്നു. അക്കാലത്ത് ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല വിധി സമ്പാദിച്ചിരുന്നു ഷാജൻ. ഏതെങ്കിലും കേസിൽ അറസ്റ്റ് ചെയ്യുന്നതിന് 10 ദിവസം മുൻപ് ഒരു നോട്ടീസ് നൽകണം. ഈ നോട്ടീസിന്മേൽ ഷാജന്റെ മറുപടിയൊക്കെ കേട്ട് പോലീസ് കൃത്യമായി വിലയിരുത്തി വേണം അറസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോകാൻ. ഇതൊന്നും തിരിച്ചറിയാതെ കണ്ടപാതി കേട്ടപാതി എന്തുകൊണ്ടാണ് ഷാജൻ സ്കറിയെ തൂക്കിയെടുത്ത് അകത്തിട്ട് സ്റ്റേഷനിലെത്തിച്ചത്? കൂടുതൽ വിവരങ്ങൾ അറിയാൻ മറുനാടൻ മലയാളിയുടെ CEO മഞ്ജുവിനെ ഞാൻ ഫോണിൽ വിളിച്ചു. മഞ്ജു പറഞ്ഞു, ഞാൻ സൈബർ പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. മറുനാടൻ മലയാളിയുടെ സ്റ്റാഫൊക്കെ ഇവിടെയുണ്ട്. പെട്ടെന്ന് തന്നെ മിക്ക ഓൺലൈൻ പ്രതിനിധികളും അവിടെ രംഗത്തെത്തി. പരിചയമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചുമത്തി ഷാജനെ പൂട്ടുകയാണ് ലക്ഷ്യം. ഷാജൻ സ്കറിയയുടെ അഭിഭാഷകൻ ശ്യാം എൻ്റെ അടുത്ത സുഹൃത്താണ്. ശ്യാം അപ്പോൾ തന്നെ അവിടെ എത്തിയിരുന്നു. ശ്യാമിനെ ഞാൻ ഫോൺ ചെയ്തു. ശ്യാം പറഞ്ഞു, വലിയ പണ്ടത്തരമാണ് കേരള പോലീസ് കാട്ടിയിരിക്കുന്നത്. നിയമപരമായി അവർ ചെയ്തത് വലിയ തെറ്റാണ്. അനധികൃതമായി ഇന്ന് രാത്രി പോലീസ് സ്റ്റേഷനിൽ തടങ്കലിൽ വെച്ചാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അവർ അനുഭവിക്കേണ്ടി വരും. അതല്ല, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയാൽ നിയമപരമായി ഷാജന് ജാമ്യം ലഭിക്കുക തന്നെ ചെയ്യും. ഈ വിവരം പരിചയമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാൻ പറയുകയും ചെയ്തു. ഇതിനിടയിൽ നിരവധി സുഹൃത്തുക്കൾ ഫോൺ ചെയ്യുന്നു. മുമ്പൊക്കെ ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ചില ഭയാശങ്കകൾ സുഹൃത്തുക്കൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി ആ ഭയാശങ്കകൾ കണ്ടില്ല. എന്താണ് കാര്യമെന്ന് മിക്കവരും തിരക്കി. ഷാജൻ സ്കറിയയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ എന്നെ നിരന്തരം ഫോൺ വിളിക്കുന്നു. ഞാൻ കോട്ടയത്ത് വാഴൂരിൽ എൻ്റെ വീട്ടിലാണ്. പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചാലോ എന്ന് പോലും ആലോചിച്ചു. എന്നാൽ അഭിഭാഷകൻ എന്നോട് പറഞ്ഞു, ഇതിൽ യാതൊരുവിധ ആശങ്കകൾക്കും അടിസ്ഥാനമില്ല. രാത്രിയിൽ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയാൽ അപ്പോൾ തന്നെ ജാമ്യം ലഭിക്കും. മലയാളി വാർത്തയുടെ ക്യാമറ ടീം അപ്പോൾ അവിടെ എത്തിയിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞു. അഭിഭാഷകനും കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചു. സൈബർ സ്റ്റേഷനിൽ നിലത്തിരിക്കുകയാണ് ഷാജൻ സ്കറിയ, അതും ഷർട്ടിടാതെ. ഇത്ര വലിയ ഭീകരനാണോ ഈ മനുഷ്യനെന്ന് സംശയിച്ചു പോകും. ചില മാധ്യമങ്ങൾക്കൊക്കെ ഷാജനോട് കലിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ശക്തമായ നിലയിൽ വാർത്തകൾക്ക് തുടക്കമിട്ടു. എന്നാൽ തുടക്കം മുതൽ കൺസിസ്റ്റന്റായി ഷാജൻ അനുകൂല വാർത്തകൾ ഏഷ്യാനെറ്റ് നൽകിക്കൊണ്ടിരുന്നു. മാതൃഭൂമിയും ഷാജൻ അനുകൂല നിലപാട് തന്നെയാണ് കൈക്കൊണ്ടത്. BJPയുടെ ചില ഉന്നത നേതാക്കൾ കേസിന്റെ വിശദാംശങ്ങൾ തിരക്കിക്കൊണ്ടിരുന്നു. ഇക്കാര്യം പോലീസിലെ ചില ഉന്നതർ ശ്രദ്ധിക്കുകയും ചെയ്തു. കാര്യങ്ങൾ കൈവിട്ടുപോകുമെന്ന് അവർക്കുറപ്പായിരുന്നു. എന്തിനു വേണ്ടിയാണ് കേരള സർക്കാരും പോലീസുമൊക്കെ ഇങ്ങനെ സ്വയം നാറുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കുടുംബത്തിനുമൊക്കെ ഷാജൻ സ്കറിയയോടുള്ള കലിപ്പ് സ്വാഭാവികമാണ്. അത്ര ശക്തമായ പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മിക്ക വീഡിയോകളും. എന്നാൽ അതിലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് ഉടുപ്പിടാതെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ഇത്രമേൽ അപമാനിച്ചാൽ അത് ഷാജൻ സ്കറിയയ്ക്ക് തന്നെ കൂടുതൽ സിമ്പതി വരുമെന്ന് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് ഈ മരയുള്ളകൾക്ക് കഴിയുന്നില്ല? ഇപ്പോൾ തുണിയൂരുക ഒരു ട്രെൻഡായിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് പഹൽഗാം ഭീകരാക്രമണത്തിലാണ്. വിനോദയാത്രയ്ക്കെത്തിയ പുരുഷന്മാരുടെ പാൻറ്റൂരുന്ന ഭീകരന്മാരെ നമ്മൾ അവിടെ കണ്ടു. മോഷ്ടാക്കളുടെയും വലിയ കുറ്റകൃത്യം നടത്തുന്നവരുടെയും ഒക്കെ ഷർട്ടൂരി ഫോട്ടോ എടുക്കുന്ന ശൈലി പോലീസിനുണ്ടായിരുന്നു. കൊടും മോഷ്ടാക്കളെ ഇത്തരത്തിൽ ഉടുതുണിയിരിഞ്ഞ് നിക്കറിൽ നിർത്തി ഫോട്ടോ എടുത്ത് മാധ്യമങ്ങൾക്ക് കൊടുക്കുക പണ്ടൊക്കെ പോലീസിന് വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. സമാനമായ തലത്തിൽ ഈ ഷർട്ട് ഊരിയാൽ ഷാജൻ സ്കറിയയ്ക്ക് എന്തെങ്കിലും നാണമുണ്ടാകുമോ എന്നവർ പരിശോധിച്ചതാവാം. പൊതുവെ ഷാജൻ സ്കറിയ അത്ര നാണമുള്ള ആളല്ല. മുക്കോലയിലുള്ള ഷാജൻ സ്കറിയയുടെ ഫാം ഹൗസിൽ പലപ്പോഴും കൈലി മാത്രമെടുത്ത് ജോലികൾ ചെയ്യുന്ന ഫോട്ടോ ഷാജൻ തന്നെ ഫേസ്ബുക്കിലിടാറുണ്ട്.
അതുകൊണ്ട് തന്നെ ഷർട്ട് വലിയ കാര്യമില്ല എന്ന് ഷാജൻ പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. ഷർട്ട് ഊരിയാൽ അങ്ങനെ നാണം കെടുന്ന വ്യക്തിയല്ല ഷാജൻ എന്നർത്ഥം. ഷർട്ടല്ല, ഇനി ലുങ്കി ഊരിയാലും ഷാജൻ നാണം കെടില്ല. എൻ്റെ ആശങ്ക മുഴുവൻ മറ്റൊന്നായിരുന്നു. വീടിന് മുറ്റത്ത് നിൽക്കുകയാണ്, കൈലിയാണ് ഉടുത്തിരിക്കുന്നത്. ഇനി കൈലിക്കടിയിൽ എന്തെങ്കിലും ഇഷ്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നോ? എന്നാൽ അത്തരം നാണക്കേടൊന്നുമില്ലാത്ത ഷാജൻ സ്കറിയെ ഷർട്ട് ഊരിയോ ലുങ്കി ഊരിയോ തോൽപ്പിക്കുക എളുപ്പമല്ല എന്ന് കേരള പോലീസ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കേസുകൊണ്ട് തോൽപ്പിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഷർട്ട് ഊരി തോൽപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. അടുത്ത വട്ടം ഒരുപക്ഷെ കൈലി കൂടി ഊരിയേക്കാം. എന്നാൽ ബുദ്ധിമാനായ ഷാജൻ കൈലിക്കടിയിൽ ഒന്നുമിടില്ല എന്നുറപ്പാണ്. ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തത് അപകീർത്തി കേസിലാണ്. എന്നാൽ ഇപ്പോൾ അപകീർത്തി മുഴുവൻ പിണറായി വിജയൻ ഭരണകൂടത്തിനും പോലീസിനും മേൽ വന്ന് പതിച്ചിരിക്കുന്നു. അതാണ് ഈ സീനിന്റെ ഏറ്റവും വലിയ മറുവശം. മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി ഇടയ്ക്ക് ഷാജനെ ഒന്ന് പുറത്തിറക്കി. അപ്പോഴാണ് ഷാജന്റെ മറ്റൊരു തനിസ്വരൂപം കണ്ടത്. കൈകൾ ഉയർത്തി ഉജ്ജ്വലമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പിണറായി വിജയനെ മുച്ചൂടും ചീത്ത പറയുന്നു. അതും കേരള പോലീസിന്റെ മടിത്തട്ടിലിരുന്ന്. പിണറായിസം തുലയട്ടെ, അഴിമതി വീരനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി, സംസ്ഥാന പോലീസ് അതിന് ഓശാന പാടുന്നു എന്നൊക്കെ ഷാജൻ മുദ്രാവാക്യം വിളിച്ച് ഉച്ചത്തിൽ പറഞ്ഞപ്പോൾ കേരളത്തിലെ സർവ്വമാന ചാനലുകളും അത് ലൈവായി കാണിച്ചു. ഇതിൽ പരം എന്ത് അപമാനമാണ് ഇനി പിണറായി വിജയന് ഏറ്റെടുക്കാനുള്ളത്? സ്വന്തം പോലീസ് തന്നെ ഒരാളെ ഇങ്ങനെ കരുതിക്കൂട്ടി തൂക്കിയെടുത്ത് തുണി പറിച്ച് പിണറായി വിജയനെതിരെ മുച്ചൂടും ചീത്ത പറയിക്കുന്നു. അവസാന ശ്വാസം വരെ പിണറായിസത്തിനെതിരെ പോരാടുമെന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. എനിക്കെതിരെ ചുമത്തിയതൊക്കെ കള്ളക്കേസാണ് എന്ന് ഷാജൻ പറഞ്ഞു. ഒരിക്കൽ പോലും ജയിലിൽ അടച്ചിട്ടില്ല, ഷർട്ടിടാൻ പോലും അനുവദിച്ചിട്ടില്ല. ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു. അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഭക്ഷണം കഴിക്കുമ്പോഴാണ് എന്നെ പിടിച്ചുകൊണ്ടുവന്നത്. പിണറായിസം തുലയട്ടെ എന്ന് ഷാജൻ ആഞ്ഞാഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു. അച്ഛനോടും അമ്മയോടും വലിയ കരുതലുണ്ട് ആ മനുഷ്യൻ, അതെനിക്ക് കൃത്യമായി അറിയാം. ഇന്നലെ ഉച്ചകഴിഞ്ഞ് ഞങ്ങൾ സംസാരിച്ചപ്പോഴും അച്ഛനും അമ്മയ്ക്കുമൊപ്പം കുറച്ച് ദിവസം ചിലവിടുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഇഷ്ടൻ. ഇനിയാണ് കൊടിയ തമാശകൾ. ഡിസംബർ 23-ന് ഷാജൻ എഡിറ്ററായ മറുനാടൻ മലയാളിയിൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയുടെ പേരിലാണത്രേ ഇപ്പോഴത്തെ അറസ്റ്റ്. അതും മാസങ്ങൾ കഴിഞ്ഞ്. അപമാനിക്കൽ നേരിട്ടുവെന്ന് പരാതിയുള്ള സ്ത്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പരാതി നൽകുന്നു. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി. ഷാജൻ പറയുന്നത് ഇപ്പോഴത്തെ പോലീസ് മേധാവിക്ക് ഇത്തിരി ചുരുക്കുണ്ടെന്നാണ്. തൻ്റെ കാലത്ത് ഒരു ദിവസമെങ്കിലും ഷാജനെ പിടിച്ച് ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കണമെന്ന ആശ DGPയിൽ ശക്തമാണ്. അതുകൊണ്ടാണത്രേ കരുക്കൾ നീക്കിയത്. സൈബർ CEയെ സംബന്ധിച്ച ചില വാർത്തകൾ ഇന്നലെ വൈകുന്നേരം പരന്നിരുന്നു. എന്നാൽ അത്തരം വാർത്തകൾക്ക് വലിയ പ്രാധാന്യമില്ല എന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന് ശേഷം എന്നോട് ഫോണിൽ സംസാരിക്കുമ്പോൾ ഷാജൻ പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിക്സ് കോളേജ് കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അന്ന് അടുത്ത സുഹൃത്തുക്കൾ. അന്നു മുതൽ ഷാജന്റെ ഒരു പ്രത്യേക ശൈലിയും സ്വഭാവവും ഒക്കെ നേരിട്ട് എനിക്കറിയാം. ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക ഷാജനെ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ പൊതുവെ ഏറ്റവും അടുപ്പം സൂക്ഷിക്കുമ്പോഴും ഷാജൻ്റെ തീരുമാനങ്ങളിൽ കലഹിക്കുക എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ഷാജൻ്റെ വഴിക്ക് അങ്ങ് നീങ്ങട്ടെ എന്ന് കരുതും. ചിലപ്പോഴൊക്കെ ചില അബദ്ധങ്ങൾ പിണയുമ്പോൾ അന്ന് നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരി എന്ന് പിന്നീട് എന്നോട് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിരിച്ചുകൊണ്ട് ഞാൻ പറയും, നേരിട്ട് അനുഭവിച്ച് പഠിക്കട്ടെ എന്ന് അന്ന് ഞാൻ കരുതിയെന്ന്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഷാജൻ അനുകൂല തരംഗം ഇപ്പോൾ അലയടിക്കുന്നു. ഒരു പിടികിട്ടാപ്പുള്ളിയൊന്നുമല്ലല്ലോ ഷാജൻ സ്കറി എന്ന ചോദ്യമാണ് ഏറ്റവും ശക്തം. നാട്ടിൽ പോയി അപ്പനും അമ്മയ്ക്കുമൊപ്പം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയ ഷാജനെ എന്തിനാണ് ഇത്ര തിരക്കുകൂട്ടി വൈകിട്ട് വീട്ടിൽ കയറി തൂക്കിയെടുത്തു കൊണ്ടുവന്ന് സൈബർ പോലീസ് സ്റ്റേഷനിലേക്കിട്ടത്? ഇതിനു പിന്നിൽ ചില ശക്തമായ ലോബിയിങ് ഉണ്ട് എന്നത് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ആ ലോബിയിങ്ങിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണ്? തൽക്കാലം അത് പിണറായി വിജയനിലേക്ക് കൈചൂണ്ടുകയാണ് ഷാജൻ സ്കറിയ. അത് വിശ്വസിക്കാൻ മാത്രമാണ് മലയാളികൾക്കും കഴിയുന്നത്. കേരള പോലീസിലും ഒരുപിടി ഫാൻസ് ഷാജൻ സ്കറിയയ്ക്കുണ്ട് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഷാജനോട് അനുകൂലമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് എന്നോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാക്കി. ഷാജൻ സ്കറിയെ തുടക്കം മുതൽ നേരിട്ടത് തെറ്റായ മാർഗത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഷാജൻ ഈസിയായി രക്ഷപ്പെട്ടതും. ഒരുപാട് ആരോപണ വിധേയയായ ഒരു യുവതിയാണ് ഷാജനെതിരെ പരാതിയുമായി ഇറങ്ങിയത്. അതല്ലാതെ നിരപരാധിയൊന്നുമല്ല. ഗൾഫിലെ ഒരു ജയിലിൽ കഴിയുന്ന തട്ടിപ്പുകാരൻ, അയാൾക്കൊപ്പം നിന്ന ഒരു സ്ത്രീയെക്കുറിച്ചുള്ള പരാതിയാണ് ഷാജൻ സ്കറിയയ്ക്കെതിരെ ആയുധമായി ഇവർ ഉയർത്തിയെടുത്തത്. ഷാജൻ സ്കറിയ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ കഴുത്തിലൊരു കൊന്ത കിടക്കുന്നു. ആ കൊന്ത തന്നെയാണ് തൻ്റെ ശക്തിയെന്ന് പലപ്പോഴും ഷാജൻ പറയാറുണ്ട്.
വിശ്വാസം അതിശക്തമാണ് ഷാജന്റെ ഉള്ളിൽ. ദൈവം എന്നെ രക്ഷിച്ചുവെന്നാണ് ഇന്ന് സംസാരിച്ചപ്പോൾ എന്നോട് ഷാജൻ പറഞ്ഞത്. പൊതുവെ അത്ര കൂസലൊന്നുമുള്ള വ്യക്തിയല്ല ഷാജൻ സ്കറിയ. അതുകൊണ്ട് തന്നെ ഇമ്മാതിരി ഉമ്മാക്കികളൊന്നും അത്ര കണ്ട് ഏശില്ല. ഒരു വ്യക്തിയെ തോൽപ്പിക്കുക പല വിധത്തിലാണ്. ഒന്നുകിൽ കേസെടുത്ത് ഭയപ്പെടുത്താൻ നോക്കുക, അല്ലെങ്കിൽ ജയിലിലടയ്ക്കും എന്ന ഭയമുണ്ടാക്കാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ ഉടുതുണിയുരിഞ്ഞ് നാണക്കേടുണ്ടാക്കി മറ്റുള്ളവരുടെ മുന്നിൽ ആക്ഷേപിക്കാൻ ശ്രമിക്കുക. അപ്പോഴൊക്കെ മുഖം പൊത്തി നിൽക്കുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. അവർക്ക് മുന്നിൽ ഏറെ വേറിട്ട് നിൽക്കുന്നു ഈ മനുഷ്യൻ. അവിടെയാണ് ഷാജന്റെ പ്രത്യേകതയും. ഷാജൻ സ്കറിയ ചെയ്യുന്ന വാർത്തകളോട് വിയോജിപ്പുള്ളവർ ഒട്ടനവധിയുണ്ട്. ആ ശൈലിയോട് വിയോജിപ്പുള്ളവരും ഒട്ടനവധിയുണ്ട്. എങ്കിലും ഒരു കാര്യം വ്യക്തമാണ്. ഇന്നലെ അകാരണമായി ഷാജൻ സ്കറിയയെ തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിലിട്ട് സ്വയം അപമാനിതരാകേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു ഈ കേരള പോലീസിനും ഭരണകൂടത്തിനും. ഷാജന്റെ ഉടുതുണി പറിക്കുമ്പോൾ മറുവശത്ത് ഉടുതുണിയില്ലാതെ നിൽക്കുന്ന ഭരണകൂടത്തെയാണ് ഇവിടെ ജനം കാണുന്നത്. ഇതിൽ പരം എന്ത് ആക്ഷേപമാണ് നിങ്ങൾക്കൊക്കെ നേരിടാനുള്ളത്? ഇന്നലെയും പുല്ലുപോലെ ഷാജൻ ഇറങ്ങി വന്നു. അതുതന്നെയാണ് ഈ ജേർണലിസത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിതയും. ഒരു ജേർണലിസ്റ്റ് ഭയപ്പെടാൻ പാടില്ല. ഭാഷയ്ക്കും ശൈലിക്കുമൊക്കെ വ്യത്യസ്തതകളുണ്ടാവാം. എങ്കിലും ജേർണലിസ്റ്റുകൾക്കൊരു പൊതുവായ ഉത്തരവാദിത്തമുണ്ട്: സത്യത്തിന് വേണ്ടി നിലകൊള്ളുക. ഇവിടെ നമ്മളോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്താണ് സത്യം? അത് തിരിച്ചറിയാനുള്ള കഴിവും വിവേകവുമൊക്കെ കേരളത്തിലെ പ്രേക്ഷകർക്കുണ്ട്. അവർ തീരുമാനിക്കും എന്താണ് സത്യമെന്ന്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.